3 തരം ചീരയുണ്ട്. ഇത് കറിവേപ്പില ചീര, ഇത് സായ മനസ, ഇത് ചേമ്പ്, ഇല കറി വെക്കുന്ന ചേമ്പ്. അതിൽ കിഴങ്ങുണ്ടാവില്ല. ഇതെല്ലാം മിക്സ് ലീഫി തോരനുണ്ടാക്കാം. അതുപോലെ പച്ചമുളക്, തേങ്ങ ചിരണ്ടിയത്. ഇല തോരൻ വെക്കാനായിട്ട് വെള്ളം പറ്റിച്ചിട്ട് ആവി കയറ്റി തേങ്ങ ഇടാം. ഇത് മൂടി വെച്ച് കഴിക്കുന്നു. ആവി വന്നു. തേങ്ങ ചേർന്ന് ഇട്ടിട്ട് ഇളക്കി ആവി കയറ്റി കഴിക്കാം. കുറച്ച് നേരം മൂടി വെച്ച് കഴിക്കും. ഒരു മാങ്ങപ്പഴം, പപ്പായ, ബനാന, ഇതുകൊണ്ടൊരു മിക്സഡ് ഫ്രൂട്ട് ഷേക്ക് ഉണ്ടാക്കാം. പഴം ഒന്ന് പുഴുങ്ങിയെടുക്കുക ഓവന് വെച്ച്. മാങ്ങയും പപ്പയും മുറിച്ച് വെച്ചു. ഏത്തപ്പഴം പുഴുങ്ങി വെച്ചു. പച്ചക്കായുടെ കമർപ്പ് പോകാനായിട്ട് പുഴുങ്ങിയെടുത്തു. ഇതിൻ്റെ നടുക്കത്തെ കുരു ഒക്കെ മാറ്റിയിട്ട് ചൂടാറിയിട്ട് 3 കൂടെ മിക്സിയിൽ അടിച്ചെടുക്കാം. മിക്സഡ് ഫ്രൂട്ട് ഷേക്ക് ഉണ്ടാക്കാനുള്ള മാങ്ങ, പപ്പായ, ബനാന, ഐസ്ക്രീം, പാൽ, പഞ്ചസാര ഇതെല്ലാം ഇനി മിക്സിയിലിട്ട് പഞ്ചസാര ചേർത്ത് അടിക്കുന്നു ആദ്യം. അതിനുശേഷം ആ പാലൈസ് ഇടുന്നു, ഐസ്ക്രീം ഇടുന്നു, മിക്സിങ് ഇട്ടിട്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടുന്നു, മിക്സിയിൽ അടിച്ചെടുക്കുന്നു. ഫുഡെല്ലാം അടിച്ചു. ഇനി ഇതിലേക്ക് പാലൈസ് ഇടും, ഐസ്ക്രീം ഇട്ടും മിക്സ് ചെയ്യാം. അടിച്ചു. ഇനി പാലൈസ് തണുത്ത പാലൊഴിച്ചു. ഇതും പിന്നെ ഐസ് കട്ടായിരിക്കുന്ന ഐസ്ക്രീം നമ്മളൊന്ന് അടിച്ചെടുക്കുന്നു. ഫ്രൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് പകർത്തുന്നു. ഐസ്ക്രീം അവിടെ കിടപ്പുണ്ട്. ഒരു ഗ്ലാസ്സിലേക്ക് ഊറ്റുന്നു. ഇനി കുറച്ച് നട്ട്സ് ഇടാം. കേക്കിൽ കുറേ കാഷ്നട്ട് ഇട്ടു. കാഷ്നട്ടോ ചെറിയോ എന്തെങ്കിലും ഇടാം, ഫ്രൂട്ട്സൊക്കെ ഇടാം. ഇപ്പം ഞാനിവിടെ കാഷ്യൂ ഉണ്ടായിരുന്നല്ലോ, അത് മാത്രം ഇട്ടു. അപ്പം മിക്സഡ് ഫ്രൂട്ട് ഷേക്ക് റെഡി. അപ്പം ഇന്നെൻ്റെ ബർത്ത്ഡേ മിക്സഡ് ഫ്രൂട്ട് ഷേക്ക് വെച്ച്